അസ്സലാമു അലൈക്കും വറഹമത്തുള്ള. ഷഅബാൻ 15 കഴിഞ്ഞാൽ നോമ്പനുഷ്ഠിക്കൽ ഹറാമാണെന്ന് ഹദീസിൽ കാണുന്നുണ്ടല്ലോ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞതായി ഒരു ഹദീസ് കാണാം, ഇദന്തസഫ ഷഅബാനു ഫലാ തസൂമു. ഷഅബാൻ പകുതിയായി കഴിഞ്ഞാൽ നിങ്ങൾ നോമ്പനുഷ്ഠിക്കരുത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ പല കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും യഹ്റുമു സൗമു ബഅദ നിസ്ഫി ഷഅബാന എന്ന് പറഞ്ഞ് ഷഅബാൻ 15 ശേഷം നോമ്പനുഷ്ഠിക്കൽ ഹറാമാണ് എന്ന് എഴുതി ചേർത്തതായിട്ട് കാണാൻ സാധിക്കും പല കർമ്മശാസ്ത്ര ഗ്രന്ഥങ്ങളിലും. അപ്പോൾ എന്താണ് ഇതിനൊരു വ്യക്തത തരുമോ എന്ന് പലരും ചോദിച്ചിരുന്നു. ഇങ്ങനെ ഷഅബാൻ 15 ശേഷം നോമ്പനുഷ്ഠിക്കൽ ഹറാമാണ് എന്ന് പറഞ്ഞത് ആർക്കാണ്? മാലം യസ്വിൽ ബിമാ ഖബലഹു, അതിൻ്റെ മുമ്പുള്ളതിനോട് ചേർക്കാത്തവർക്ക്. അതായത് ഷഅബാൻ 1 മുതൽ 15 വരെ ഒരു നോമ്പും അനുഷ്ഠിക്കാത്തവരെ കുറിച്ചാണ് അങ്ങനെ ഹറാമാണെന്ന് പറഞ്ഞത്. ഔ ലൗം യുവാഫിഖ് ആദത്തഹു, അല്ലെങ്കിൽ അവൻ്റെ സാധാരണയായി നോറ്റുവരുന്ന പതിവിനോട് യോജിക്കാത്ത ആളുകൾക്ക്. അതുമല്ലെങ്കിൽ ഔ ലം യകുൻ അന്നദരിൻ, ഒരു നേർച്ചയാക്കപ്പെട്ട നോമ്പിനെ കുറിച്ച് സംഭവിക്കാതിരിക്കുക. അപ്പോൾ നേർച്ചയാക്കപ്പെട്ട നോമ്പാണെങ്കിൽ ഷഅബാൻ 15 ശേഷവും അനുഷ്ഠിക്കാം. പിന്നെ സാധാരണയായി നോറ്റുവരുന്ന വ്യാഴം, തിങ്കൾ പോലെയുള്ള ദിവസങ്ങളിലെ നോമ്പാണെങ്കിലും അനുഷ്ഠിക്കാം. ഇനി ഷഅബാൻ 15 മുമ്പ് ഇടയ്ക്കിടയ്ക്ക് നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ട്, പുണ്യ ഹബീബ് ഷഅബാൻ മാസത്തിൽ നോമ്പ് കൂടുതലാക്കിയിരുന്നല്ലോ എന്ന് മനസ്സിലാക്കി ഷഅബാനിൽ ഇടയിട്ട ദിവസങ്ങളിൽ 1, 2, 3 ദിവസങ്ങളിൽ ആദ്യത്തെ 15 നോമ്പ് അനുഷ്ഠിച്ചിട്ടുണ്ടെങ്കിൽ അവർക്കും ഈ പറയപ്പെട്ട ഹറാമ് ബാധകയില്ല. ചുരുക്കത്തിൽ പരിശുദ്ധ ഷഅബാൻ മാസത്തിലെ 1 മുതൽ 15 വരെ ഒരു നോമ്പും അനുഷ്ഠിക്കാതിരിക്കുകയും അതിനുശേഷം 16 മുതൽ മുത്തലഖായ സുന്നത്ത് നോമ്പ്, അതായത് ഒരു ഉപാധിയുമില്ല, ഫറദ് ഖലാ വീട്ടുന്നതല്ല, സുന്നത്ത് ഖലാ വീട്ടുന്നതല്ല, നേർച്ചയാക്കിയ നോമ്പല്ല, സാധാരണ ചെയ്തു വരുന്ന തിങ്കൾ വ്യാഴം നോമ്പുകളും അല്ല, ഇതൊന്നുമല്ലാത്ത നോമ്പ് ഷഅബാൻ 1 മുതൽ 15 വരെ ഒരു നോമ്പും അനുഷ്ഠിക്കാത്ത ആളുകൾക്ക് മുത്തലഖായ നോമ്പ് എന്ന നിയത്തോടുകൂടി ഷഅബാൻ 15 ശേഷം നോമ്പ് അനുഷ്ഠിക്കൽ അനുവദനീയമല്ല എന്നതാണ് പറയപ്പെട്ട ഹദീസിന്റെ സാരം. ഇദന്തസഫ ഷഅബാനു ഫലാ തസൂമു, പുണ്യനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ ഹദീസിന്റെ സാരം അതാണ്. ഷഅബാൻ പകുതിയായാൽ നിങ്ങൾ നോമ്പ് അനുഷ്ഠിക്കരുത്. അല്ലാഹു തആല മനസ്സിലാക്കാൻ തൗഫീഖ് നൽകി അനുഗ്രഹിക്കട്ടെ. പലർക്കും ഒരുപാട് നോമ്പുകൾ ഖളാ ആയിട്ടുണ്ട്. പലരുടെയും നോമ്പിന് മുദ്ദ് കൊടുക്കേണ്ടതുണ്ട്. അപ്പോൾ മുദ്ദ് എന്ന് പറഞ്ഞാൽ എന്താണ്, എത്ര വർഷം കഴിഞ്ഞെങ്കിലും ആ നോമ്പിൻ്റെ മുദ്ദ് എങ്ങനെയൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ഇൻഷാ അല്ലാഹ് അടുത്ത പാർട്ടിൽ പറയാം. സർവശക്തൻ അനുഗ്രഹിക്കട്ടെ. ആമീൻ. അസ്സലാമു അലൈക്കും.